ijmagazine പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുൻപ് ഞങ്ങൾ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ വിൻറ്റർ റിസോർട്ടിലേക്കാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾക്ക് തന്ന അതേ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിലും തീർച്ചയായിട്ടും തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, വിൻറ്റർ റിസോർട്ടിൽ നമ്മൾ പോകണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ 3500 രൂപ മുതൽ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിംഗ് ആപ്പിൽ ഈ റിസോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ഓരോ സമയത്തും വേരി ആയിരിക്കും കേട്ടോ, ഓരോ സീസണിനനുസരിച്ചിട്ട് അത് വേരി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഏതാണോ പ്രൈസ് കുറഞ്ഞിരിക്കുന്ന ടൈം നോക്കിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പിന്നെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വിൻറ്റർ റിസോർട്ടിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. റിസപ്ഷൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇറങ്ങാം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ. നമുക്കപ്പോൾ നോക്കാം, റിസപ്ഷനിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു ഏരിയ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഇവർ ഈ റിസപ്ഷൻ നല്ല പൗരാണികമായിട്ടുള്ള രീതിയിലാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, വിളക്കുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഒരു കണ്ടില്ലേ, വലിയൊരു ഇതാണ് കേട്ടോ വാതിൽ. നമ്മളെ ഈ പണ്ടത്തെ വീടുകളിലൊക്കെ കാണാറില്ലേ ഇങ്ങനത്തെ ഒരു വലിയൊരു വാതിൽ, അതേപോലത്തെ രീതിക്കാണ്. ഇവിടെ 2 ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, അയ്യോ ഇതൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. കണ്ടില്ലേ, ടടാങ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അവർ ആ ഒരു പുരാതന കാലത്തെ ആ ഒരു രീതിയാണ് ഈ ഒരു ഏരിയയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളി റിസപ്ഷൻ. വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നല്ലോ. ബുക്കിംഗ് കൺഫേംഡ് ആണ്. റൂംസ് റെഡിയാണ്. ഞങ്ങളപ്പോൾ എത്തിയപ്പോൾ തന്നെ റിസപ്ഷനിൽ സ്റ്റാഫുകളൊക്കെ നല്ല ബിഹേവിങ് ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ റൂം എത്തി. അപ്പം ഇനി പുറത്തെ കാഴ്ചകളൊക്കെ ഞങ്ങളൊന്ന് കാണട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പുറം കാഴ്ചകളും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുന്നുകളും താഴ്വരകളൊക്കെ ആയിട്ട് നല്ല ആ ഒരു മനോഹരിത. അതേപോലെ തന്നെ നമുക്ക് റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വളരെ പച്ചപ്പാണ്, ഫുൾ പുറത്ത് പച്ചപ്പാണ്. ഇവിടെ സൂപ്പർ ഒരു പൂളുണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത് ശ്രദ്ധിച്ചു കേട്ടോ. ഇച്ചു അതേപോലെ തന്നെ ശ്രദ്ധിച്ചു. അപ്പം അപ്പം മുതൽ ഇച്ചു പറയാണ് പൂളിൽ ഇറങ്ങണം എന്ന്. അപ്പോൾ ഈ കൂൾ ക്ലൈമറ്റ് ആയത് കാരണം ഭയങ്കര തണുപ്പാണ് പൂളിൽ ഇറങ്ങാൻ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ വെള്ളം ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇറങ്ങണില്ല. അപ്പം ഷാനും ഇച്ചും കൂടെ അപ്പം പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഈ റിസോർട്ട് ഇരിക്കുന്നത് ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് കേട്ടോ. ആ നടുവിലായിട്ട് തന്നെ ഓരോരോ ക്വാർട്ടേഴ്സ് അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫുൾ അങ്ങ് നോക്കിയാൽ ഫുൾ പച്ചപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പൂളിൻ്റെ സൈഡിൽ നിന്നാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പൂളിൽ ഇരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ടിലോട്ടേക്ക് നോക്കുമ്പം തേയിലത്തോട്ടങ്ങളുണ്ട്, പച്ചപ്പുണ്ട്, മലനിരകൾ ഇങ്ങനെ. അടിപൊളിയൊരു അനുഭവമാണ് കേട്ടോ അതെന്തായാലും. പൂളിലുള്ള നീന്തലും കളികളൊക്കെ കഴിഞ്ഞു. ഞാനും ഉണ്ടായിരുന്നു അവരുടെ കൂടെ തന്നെ വീഡിയോ എടുക്കാനായിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം റൂമിൽ പോയിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ.
ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാം. കുറച്ച് വിഭവങ്ങളുണ്ട് ഇവിടെ. നത്തോലി ഉണ്ട്, പിന്നെ ചിക്കൻ ചെറിയ ഡ്രൈ ഫ്രൈ ഉണ്ട്, പിന്നെ ചിക്കൻ 65, പിന്നെ ബീഫ് നന്നായിട്ട് മറ്റേ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തതാണ് ബീഫ്. ടേസ്റ്റ് ഉണ്ട്, ഇച്ചു നോക്കിയോ? അപ്പോൾ ഇച്ചു ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ആദ്യം ചിക്കൻ ചെയ്യാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് എല്ലാത്തിനും കോമ്പിനേഷൻ ആയിട്ട് ഞങ്ങൾ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം പൊറോട്ടയാണ്. അപ്പം എങ്ങനെയുണ്ട് ഇച്ചു? ചിക്കൻ ഡ്രൈ ഫ്രൈ എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്യണേ. ഇതും അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല അല്ലേ ഇച്ചു? സൂപ്പർ. അപ്പം ഷാ നീ വേഗം വന്നോ. നിങ്ങൾ എൻ്റെ ബാക്കിലേക്ക് നോക്കിയേ, എന്തൊരു നല്ല വ്യൂ ആണല്ലേ. ഇങ്ങനെ ഫുഡും കഴിച്ചിട്ട് ബാക്കിൽ കുറേ മെഡോസൊക്കെ കണ്ടിട്ട് എന്ത് നല്ല രീതിക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നറിയാം. നല്ല രസമുണ്ട് ഇവിടെ, നല്ല ആംബിയൻസ് ആണ്. അങ്ങനല്ലേ, കുറേ പച്ചപ്പും കുന്നുകളും താഴ്വരകളൊക്കെ ആയിട്ട് ഇതൊരു ഭംഗിയാണ് കാണാമെന്നറിയാം. കുറച്ചും കൂടി ഈവനിങ് ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് മിസ്റ്റൊക്കെ വരും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിലും ആംബിയൻസ് ആയിരിക്കും. നമുക്ക് നോക്കാം, വൈകിട്ടുള്ള വ്യൂസൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വൈകുന്നേരത്തിൽ മിസ്റ്റ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. മിസ്റ്റ് വരുന്നതാണ് തോന്നുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ സ്റ്റാഫൊക്കെ പറഞ്ഞു എന്തായാലും മിസ്റ്റൊക്കെ വരുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം, കണ്ടു കാണാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ബാക്കിലേക്ക് കറക്റ്റ് കാണാൻ പറ്റും, ഭയങ്കര മിസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈവനിങ് ഇപ്പോൾ ഏകദേശം 5 മണിയാണ് ടൈം. ഈവനിങ് ടൈമിൽ ഞങ്ങൾക്ക് തോന്നി മിക്കവാറും വരുമായിരിക്കും മിസ്റ്റെന്ന് തോന്നിയിരുന്നു. അപ്പോൾ അത് ബാക്കിലേക്ക് നോക്കിയാൽ ആദ്യം ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ, ഇവിടെ ഒരു നല്ലൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. നമുക്ക് നോക്കാം, വരും. എന്തൊരു ഭംഗിയാ, നോക്കൊന്ന് അങ്ങോട്ട് നോക്ക് ഷാ, ഭയങ്കര രസമുണ്ട് കേട്ടോ, സൂപ്പറാണ്. ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും 4 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങോട്ടേ കേറിയില്ലേ? ഇങ്ങനെ നമ്മളെ റൂമിന്റെ ഇവിടേക്ക് ഇങ്ങനെ കോട്ടേജിലേക്ക് ഇങ്ങനെ വരുവാണ്. ഇതപ്പം നോക്കിയേ, ബാക്കിൽ ഇപ്പൊ കറക്റ്റ് മിസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. അടിപൊളിയാണ് ബാക്കിലെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കറക്റ്റ് ഈ ഭാഗത്തേക്ക് നോക്കി നോക്കൂ. അവിടുന്ന് മിസ്റ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. നേരത്തെ ആ ഭാഗത്തു നിന്നാണ് വന്നത്, ആ ഭാഗത്ത് മൊത്തം അങ്ങോട്ട് അടിച്ച് കയറുമായിരുന്നു. നമ്മൾ റിസോർട്ട് മൊത്തം മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ സൈഡിൽ നിന്നാണ് വരുന്നത്. ഇപ്പം അതേപോലത്തെ ഒരു കാഴ്ച നിങ്ങൾക്ക് രണ്ടാമത് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, കാരണം മൊത്തം വരുന്നുണ്ടെങ്കിൽ. ഈ റിസോർട്ടിൻ്റെ രാത്രി കാഴ്ചകളായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. ഇതിലും മനോഹരമാണ്, മിസ്റ്റ് വന്ന് മൂടി നിൽക്കുന്ന വിൻ്റർവെയിൽ റിസോർട്ടാണ് രാത്രി കാഴ്ചകൾ. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് മറക്കരുത് കേട്ടോ.